ഇതിലാദ്യം നമ്മൾ 45 ഡിഗ്രി കോണാണ് കേട്ടോ വരയ്ക്കുന്നത്. ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ ഒരു ലെങ്ത്ത് വരയ്ക്കുക. അവിടെ ഞാൻ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്കെയിലും കോമ്പസും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. ഞാൻ ഓർമ്മയില്ലാണ്ട് പ്രൊട്രാക്ടർ എടുത്താട്ടോ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രി, നമ്മൾക്കറിയാമല്ലോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചാൽ മതി. ആ ഒരു ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ രണ്ട് ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്താം, അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു നമ്മളിപ്പോൾ വരച്ച പോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് എടുക്കുക. ഏതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതേ മെഷർമെൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തിട്ട് ഞാൻ ഈ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റേ എൻഡ് പോയിൻറ്റിൽ നിന്ന് ഒരു സൈഡിൻ്റെ എൻഡ് പോയിൻറ്റ്, ഇപ്പോൾ നമ്മൾ വരച്ച ആ ഒരു വലിയ ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ വീണ്ടും നമ്മൾ ആർക്ക് വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇതിന് ബൈസെക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത പോയിൻറ്റിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു വരച്ചിട്ടുള്ള 90 ഡിഗ്രി ആംഗിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അതെന്ത് കിട്ടി, 45 ഡിഗ്രി എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 45 ഡിഗ്രി ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്കറിയാം, ഒരു ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കുന്ന സമയത്ത് അത് 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. യെസ്, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുത്തു. അപ്പോൾ അത് 90 ഡിഗ്രി എന്ന രീതിയിൽ വന്നിട്ടുണ്ട് അല്ലേ. രണ്ട് ഭാഗത്ത് നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്, അത് നമുക്കറിയാം. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തുള്ള 90 ഡിഗ്രിക്ക് ഞാൻ ബൈസെക്ടർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ ഇതുപോലൊരു ആർക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ആവാട്ടോ, ചെറുത് ആണെങ്കിൽ അത്രയും നല്ലത്, കൊടുത്തിട്ട് ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ ഒരു രണ്ട് ആർക്കുകൾ വരയ്ക്കുന്നത് അല്ലേ. അത് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ആർക്ക് വരച്ച് പിന്നീട് മുകളിൽ നിന്നും ഞാൻ ആർക്ക് വരച്ച് കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആർക്ക് വരച്ചു. ആ ഒരു ആർക്ക് കംപ്ലീറ്റായി ഇതുപോലെ കിട്ടും ചിലപ്പോൾ, നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ആർക്കും തമ്മിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നീട്ടി വരച്ച് കൊടുത്താൽ അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ലൈന് ആംഗിൾ ബൈസെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ 45 മുകളിൽ 45 എന്ന രീതിയിൽ കിട്ടും. ഇനി 90 ഡിഗ്രി പ്ലസ് 45 എത്രയാണ് കിട്ടുന്നത്, നമുക്ക് ചെയ്ത് നോക്കാം. 90 പ്ലസ് 45 എന്ന് പറയുമ്പോൾ യെസ് 135 ആണ് കിട്ടുന്നത്. 135 ഡിഗ്രിയാണ് ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 135 ഡിഗ്രി കോണ് നമുക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, 180 ഡിഗ്രി വരച്ചു. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ഭാഗത്തുള്ള 90 ഡിഗ്രിക്ക് ബൈസെക്ടർ കൊടുത്തു. അതിന് ശേഷം 45 ആക്കിയില്ലേ. യെസ്, ഇതൊക്കെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ശേഷം ഇനി ഞാൻ ഒരു സൈഡിൽ വരയ്ക്കാൻ പോകുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് എടുക്കുക. ആ മെഷർമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ ആ ഒരു സൈഡിൽ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സൈഡിൽ നമ്മൾ 90 ഡിഗ്രീനെ ബൈസെക്റ്റ് ചെയ്തു. അടുത്ത സൈഡിൽ നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്, അതായത് സമഭുജ ത്രികോണം. ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആണ് വരച്ചതെങ്കിൽ കോമ്പസിൽ നമ്മളതുപോലെ എടുത്തിട്ട് ഇതുപോലൊരു ത്രികോണാക്കി വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം 60 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പോൾ 90 ഡിഗ്രിയിൽ നിന്നും 60 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയാണ്, 30 അല്ലേ. യെസ്, 30 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ മുകളിലെ ഭാഗം നോക്കിയേ, 30 ഡിഗ്രി പ്ലസ് 45 എത്രയാണ് കിട്ടുന്നത്, യെസ് നമുക്ക് കിട്ടുന്നത് 75 ഡിഗ്രിയാണ്. അപ്പോൾ 75 ഡിഗ്രി നമുക്ക് എന്ത് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 15 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. അതിന് ഞാൻ ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ 2 തവണ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വീഡിയോ എടുത്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ തട്ടിയിട്ട് ആ ഒരു വരച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ഞു പോയതാണ്. അപ്പോൾ ടൈം ഒരുപാടായതുകൊണ്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ 60 ഡിഗ്രീനെ ബൈസെക്റ്റ് ചെയ്യുന്ന സമയത്ത് 30 ഡിഗ്രി കിട്ടും. ആ 30 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇപ്പോൾ ചെയ്തതുപോലെയൊക്കെ തന്നെ ബൈസെക്റ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, 60 ഡിഗ്രീനെ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആദ്യം ഒരു ആർക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, രണ്ട് എൻഡും കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ബൈസെക്ടർ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് 30 ഡിഗ്രി എന്ന രീതിയിൽ കിട്ടും. പിന്നീട് നമ്മൾ ആ 30 ഡിഗ്രീനെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുമ്പോൾ, ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഹാഫായിട്ട് നമുക്ക് കിട്ടുക എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യെസ്, ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ 30 ഡിഗ്രി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 30 ഡിഗ്രീനെയും കൂടെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇതിനെക്കുറിച്ച് ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, വീണ്ടും ഇതിനെ ബൈസെക്റ്റ് ചെയ്യണേ, അത് ഞാനിവിടെ ചെയ്തിട്ടില്ല. ഓക്കെ.